ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന ആ രീതി നമുക്ക് മനസ്സിലാകാറില്ല. എസെക്കിയേൽ 36 അതിനെ വ്യക്തമായി പടിപടിയായി നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യമായി നമുക്കെല്ലാവർക്കും ഇഷ്ടമായ അനുഗ്രഹത്തിൻ്റെ ആ വാക്യത്തിലേക്ക് നോക്കാം. എസെക്കിയേൽ 36:29 ദൈവം പറയുന്നു, ഞാൻ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും, ക്ഷാമം വരുത്തുകയില്ല. ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ ദൈവമാണ്, ദൈവം പുതുക്കി പണിയുന്ന ദൈവവുമാണ്, സമൃദ്ധി തരുന്ന ദൈവവുമാണ്. പക്ഷേ ഈ വർധനവ് വരുന്നതിന് മുമ്പ് ദൈവം ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു ചേഞ്ച് നമ്മളിൽ നടന്നു കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, ഞാൻ നിങ്ങളെ ശുദ്ധരാക്കും, ഞാൻ നിങ്ങളെ അശുദ്ധികളിൽ നിന്ന് വിഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ശുദ്ധീകരണം തന്നെയാണ്. ദൈവം നമ്മെ അകത്തും പുറത്തും ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് ആദ്യം നീക്കം ചെയ്യുന്നു. വാക്യം 26 നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവിനെയും തരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ഹൃദയം. ദൈവം പഴയ ഹൃദയം വെച്ച് ശുദ്ധമാക്കുന്ന ആളല്ല, ദൈവം പുതിയൊരു ഹൃദയം തന്നെയാണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കടുപ്പമുള്ള, മുറിവേറ്റ, പിടിവാശിയായ ഹൃദയം നീക്കി സ്നേഹമുള്ള, അനുസരിക്കുന്ന, സുലഭമായ ഒരു ഹൃദയം നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ആത്മാവിനെ നമുക്ക് നൽകുന്നു. പുതിയ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ്. ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയ്ക്കുന്നു. നടക്കാനും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനും അവൻ്റെ വഴിയിൽ നടക്കുവാനും പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകുന്നു. ഇങ്ങനെ അകത്ത് മാറ്റം വന്നതിന് ശേഷം അവൻ നമുക്ക് ഒരു വർധനവ് തരുന്നു. ദൈവം അകത്ത് നിന്ന് പുറത്തേക്കാണ് നമ്മളെ റീബിൽഡ് ചെയ്യുന്നത്, പുറത്തു നിന്ന് അകത്തേക്കല്ല. ദൈവത്തിനൊരു രീതിയുണ്ട്. ആദ്യം ദൈവത്തിൻ്റെ ശുദ്ധീകരണം, പിന്നെ പുതിയ ഹൃദയം, അതിനുശേഷം പുതിയ ആത്മാവ്, പിന്നെ അനുസരണം, അതിനുശേഷം അനുഗ്രഹം, വളർച്ച, മൾട്ടിപ്ലിക്കേഷൻ, റിസ്റ്റോറേഷൻ. ആ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിരാശരാകരുത്. നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിന് ഒരുപാട് സമയമെടുക്കും. ദൈവം പടിപടിയായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷേ അവൻ പൂർത്തിയാക്കുമ്പോൾ ഫലമുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും, വർദ്ധിപ്പിക്കലുണ്ടാകും, സാക്ഷ്യമുണ്ടാകും. കാരണം അവൻ റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. God bless you everyone.